അപ്പോൾ ഇതെൻ്റെ വീടിൻ്റെ പുറകിലുള്ള ഗപ്പിക്കുളമായിരുന്നു കേട്ടോ. ഇതിൽ കുറേ ഗപ്പിയൊക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അതെല്ലാം പോയി. അത് പിള്ളേരൊക്കെ പെറുക്കിക്കൊണ്ട് പോയതായിരുന്നു കേട്ടോ. ഇപ്പോൾ ഈ കുളം ആകപ്പാടെ കാട് കയറി ആകപ്പാടെ ശോകമായി കിടക്കുക, പുല്ലൊക്കെ പിടിച്ച്. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് വൃത്തിയാക്കാം അല്ലേ. അപ്പോൾ അതേ ഓരോ സൈഡിൽ നിന്നായിട്ട് വൃത്തിയാക്കി തുടങ്ങിയിട്ടുണ്ട്. നല്ലപോലെ പള്ള പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം കുറേ ആയിട്ട് മഴയും കാര്യങ്ങളൊക്കെ അല്ലായിരുന്നു. അപ്പോൾ വേഗം പുല്ല് നല്ലപോലെ പടർന്ന് പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പറിച്ച് ഞാൻ കുളത്തിൻ്റെ അകത്തേക്ക് തന്നെയാണ് കേട്ടോ ഇടണേ. അതെന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അകത്തൊരു ചാക്കുണ്ട്. അപ്പോൾ നമുക്ക് പുല്ല് ആ ചാക്കോട് കൂടിയിട്ട് എടുത്ത് കൊണ്ടുപോയി കളയാം. അതിപ്പോൾ എളുപ്പപ്പണിയാണല്ലോ. അല്ലേ പിന്നെ നമ്മൾ രണ്ടാമത് പുല്ല് വന്ന് വിറക്കി അങ്ങനെയൊക്കെ പോകണം. ഇതാകുമ്പം എളുപ്പത്തിന് പണി തീരുമല്ലോ. അപ്പോൾ നമ്മളതൊക്കെ പറിച്ചുകൊണ്ടിരിക്കുവാണ്. സുന്ദരേ ഇതുണ്ട്, ഇതുപോലെ പുല്ല് മൊത്തം പറിച്ച് കുളത്തിൻ്റെ അകത്തേക്ക് തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി അത് ചാക്കോട് കൂടെ എടുത്ത് കൊണ്ടുപോയി കളയണം. അപ്പോൾ അങ്ങനെ കളഞ്ഞു. ഇപ്പം നമ്മുടെ കുളത്തിൻ്റെ അവസ്ഥ ഇതാട്ടോ. അപ്പോൾ അതിൽ കിടന്ന പുല്ലും കാര്യങ്ങളും എല്ലാം ഞാൻ എടുത്ത് കളഞ്ഞു. ഇനി ഇതൊന്ന് നല്ലപോലെ കഴുകണം. ഈ പടുതയ്ക്ക് ചെറിയ ചെറിയ ഓട്ടകളുണ്ട്, അതുകൊണ്ട് വെള്ളം നിൽക്കുകയില്ല. അപ്പം ഇതെന്തായാലും ഇനി കഴുകിക്കളയാം. അപ്പോൾ ഈ കിടക്കുന്നത് നമ്മുടെ ഞൗണിങ്ങയുടെ കുഞ്ഞാണ് കേട്ടോ. അതെന്നാന്ന് വെച്ചാൽ ഞാൻ പാടത്തുനിന്ന് ഒരെണ്ണം കൊണ്ടിട്ടായിരുന്നു. അപ്പോൾ അതവിടെ കിടന്ന് മുട്ടയിട്ട് പെരുക്കിയതാണ്. ഓഫായിക്കോടാ. അതുകൊണ്ട് അവിടെ വിരിച്ചിട്ട് തുണി എല്ലാവരും ഊത്ത് നനച്ച്. അപ്പോൾ നമ്മളിതേ കുളം നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ വെള്ളമൊക്കെ കോരി കളഞ്ഞുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ അലങ്കുട്ടൻ കുളം നല്ല സത്യസന്ധമായി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം മൊത്തം അലങ്കുട്ടൻ ചെയ്തോളാന്നാണ് പറഞ്ഞത്. കുട്ടി കുറേ നേരമായിട്ട് വന്ന് നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. എന്താ സംഭവം എന്നൊന്നും അറിയില്ല. അപ്പോൾ എന്നെ കാണിക്കുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ചുറ്റും പുറമൊക്കെ വന്ന് ഇങ്ങനെ നോക്കിയിരിക്കുവാണ് കേട്ടോ. കണ്ട പിടിക്കാൻ നിങ്ങൾ പിടിക്കാൻ വന്നു പിടിക്കാനേ. അപ്പോൾ നമ്മൾ കുളത്തിൽ ഈ പ്രാവശ്യം വിരിക്കുന്നത് ഈ വൈറ്റ് കളർ ഒരു ഷീറ്റാണ് കേട്ടോ. പടതയല്ല, ഇപ്രാവശ്യം ഈ ഒരു ഷീറ്റാണ് കേട്ടോ വിരിക്കുന്നത്. അപ്പോൾ നമുക്കത് വിരിക്കാം. എത്തൂലേ? അതൊന്ന് പതിയെ ഒന്ന് കുഴിച്ച് ഓക്കെ അല്ലേ? അങ്ങനെ പടുതയൊക്കെ വിരിച്ച് നമ്മളിതേ നിറച്ച് വെള്ളം പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഓസിൽ വെള്ളം ഇട്ടേക്കുക. അപ്പോൾ നല്ല രീതിക്ക് തന്നെ വെള്ളം നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ? മടിയൻ ഒരാഴ്ചയായിട്ട് സ്കൂളിൽ പോകാണ്ട് ഇങ്ങനെ നടക്കുക. കണ്ട പല്ലൊക്കെ കണ്ട എന്നെ ഗ്ലാമറ. അപ്പോൾ നമ്മൾ തോട്ടിൽ നിന്ന് പോയി കുറച്ച് ചരളെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഷീറ്റ് ആയതുകൊണ്ട് തന്നെ അവിടെ തണലൊന്നും അധികം ഇല്ലാത്തത് കൊണ്ടും വെള്ളത്തിലേക്ക് നല്ല ചൂട് വരും. അപ്പോൾ ചൂട് ഭയങ്കരമായി കഴിഞ്ഞാൽ മീനൊക്കെ ചത്തു പോകട്ടോ. അപ്പോൾ അതുകൊണ്ട് അടിയിൽ കുറച്ച് ചരൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ വെള്ളം മൊത്തവും കലങ്ങി കിടക്കുവാണ്. പക്ഷെ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ആ കലക്കൊക്കെ മാറി വരും കേട്ടോ. ഇപ്പോൾ നമ്മൾ ആ ചരൽ ഇട്ട് കൊടുത്തതിൻ്റെ ഒരു കലക്കലാണ്. അപ്പോൾ നമ്മൾ അടിയിൽ നല്ലപോലെ ചരളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാവുമ്പം ഒരു തണുപ്പ് നിന്നോളും വെള്ളത്തിന്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുത്തത്. അപ്പോൾ മൊത്തവും നല്ല രീതിക്ക് നല്ലപോലെ എല്ലാ സൈഡിലേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ? ഇപ്പോൾ നല്ലപോലെ ആയിട്ടുണ്ട്. നീങ്ങ കറിക്കോ, അത് തെളിയട്ടെ. കലങ്ങിയതാനും കാണത്തില്ലേ. അപ്പോൾ അതേ അങ്ങനെ ഒരു ചെറിയ ഒരു ആമ്പലിൻ്റെ ചോടോട് കൂടെ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് പാടത്ത് നിൽക്കുന്ന ആമ്പലാണ്. അപ്പോൾ അത് ജസ്റ്റ് നമ്മൾ വെറുതെ ചോടോട് കൂടെ പറിച്ചുകൊണ്ട് വന്ന് വെച്ചിട്ടുണ്ട്.
അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോരോ മീനിനായിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ ഇട്ട് കൊടുക്കണ പാടത്തിൽ തന്നെ മീനാണ് കേട്ടോ, നമ്മുടെ കറുപ്പില്ലേ അതിനെയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തു. ഒരു 5 കറുവപ്പേ ഉള്ളൂ കേട്ടോ, അത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുളത്തിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് ഇതാണ്. നമ്മുടെ കുളം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി വെള്ളമൊക്കെ ഒന്ന് തെളിഞ്ഞ് സെറ്റായി വരണം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.